റാണിയമ്മ വയ്യേ? ഭയങ്കര മുട്ടുവേദനയാ. ആ അതെങ്ങനെയാ? രാത്രി മൊത്തം ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നല്ലേ? ഞാൻ കേട്ടു ഇവിടൊക്കെ ചവിട്ടി പൊളിക്കണ ശബ്ദം. ഞാനൊന്ന് ലീവ് എടുക്കണോ? ആക്ച്വലി എനിക്കിന്നൊരു ക്ലൈംബിസ്റ്റ് ഉള്ളതാ. നീ ലീവ് ഒന്നും എടുക്കണ്ട, ഞാൻ ഓക്കെയാണ്. എന്റെ റാണിയമ്മ, ഈ പ്രായമാകുമ്പഴേ കാലിന്റെ ലൂബ്രിക്കൻസ് ഒക്കെ അങ്ങ് കുറയും. അപ്പൊ നമ്മൾ ഈ സ്ട്രെയിൻ ഒന്നും ചെയ്യാൻ പാടില്ല. ഓ, ഈ മുട്ടും പൊതിഞ്ഞു വെച്ച് മുകളിലോട്ട് പോയിട്ട് എന്നാത്തിനാ? ഇത് ഉപയോഗിക്കാനുള്ള സാധനം തന്നെയല്ലേ. ഇനി തീരെ വയ്യാതായാൽ ഒരു നല്ല ടൈറ്റാനിയത്തിന്റെ മുട്ട് വാങ്ങി ഞാനിടും. നീ പുറപ്പെടാൻ നോക്ക്. റാണിയമ്മേനോട് തർക്കിക്കാൻ ഞാനില്ല. ചിമ്മു പെണീറ്റിട്ടേ ഉള്ളൂ, ഞാനൊന്നും കൊടുത്തിട്ടില്ല. പുട്ടും പയറും സൂപ്പർ, രണ്ടും ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ മോളെ, എന്റെ മുട്ടും നോക്കുന്ന സമയത്ത് ഇവനോട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പറ. എന്റെ പൊന്ന റാണിയമോ, ഈ കൊളസ്ട്രോളും പ്രഷറും ഒന്നും ഇല്ലാതെ മേപ്പോട്ട് പോയിട്ട് വല്ല കാര്യം കേട്ടോ. ബൈ. പിന്നെ റാണിയമോ, നല്ല ബീഫിന്റെ നെടുനാറ് കിട്ടിയിട്ടുണ്ട്, വലിയ കൊഞ്ച്. ഈ കൊഞ്ചുണ്ടല്ലോ, ചെറുള്ളി ഇട്ടിട്ട് മെല്ലെ ഇങ്ങനെ വഴറ്റിയെടുത്താ മതി. പിന്നെ ബീഫ് കുറച്ച് കറിയും കുറച്ച് ഫ്രൈയും, പിന്നെ അത് മതി. ഇത് രണ്ടും ഉണ്ടല്ലോ നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്, എടുത്താ മതി. ഓക്കെ ബൈ. ഇനി അഞ്ചാമത്തെ അടവ്. തെയ്യും തത്ത തെയ്യും താഹ തെയ്യും തത്ത തെയ്യും. എന്താ നാണക്കാരിയുടെ പേര്? റാണി. ആഹാ, റാണിമാരെ കാണിക്കാൻ പാടില്ല. റാണി നൃത്തം പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഇപ്പൊ കളിച്ചതോ? ആ ടീച്ചറ് പഠിപ്പിക്കുന്ന കണ്ട് പഠിച്ചതാ. എടി മിടുക്കി, മോക്ക് നൃത്തത്തിൽ നല്ല വാസനയുണ്ട്. വന്ന് ക്ലാസ്സിന് ചേര്. അമ്മച്ചിയോട് ചോദിച്ചോക്കട്ടെ. അവളുടെ ഒരാഗ്രഹമല്ലേ നൃത്തം പഠിക്കാന്നുള്ളത്. വേണ്ട, അത് ശരിയാവൂല. പള്ളിയിൽ അച്ഛനൊക്കെ അറിഞ്ഞാല് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞേക്കണ പരിപാടിയല്ല പാട്ടും കൂട്ടും. കൈക്കാരൻ്റെ മോള് നൃത്തം പഠിക്കാൻ പോവാന്ന് പറഞ്ഞാ അത് ശരിയാവൂല. വേണ്ട. അമ്മച്ചി, എന്താ ക്രിസ്ത്യാനികള് ഡാൻസ് അടിച്ചാ? അതവർക്ക് അറിയാത്തോണ്ടാ മോളെ. ആടിയും പാടിയും ദൈവത്തെ സ്തുതിക്കണമെന്നല്ലേ സങ്കീർത്തനങ്ങളിൽ പോലും പറഞ്ഞിരിക്കണേ. ഒരു സന്തോഷത്തിനും ദൈവം എതിരല്ല മോളെ. മോള് നന്നായിട്ട് പഠിക്കും. പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് ടൗണിലെ വലിയ കോളേജിലൊക്കെ പോകുമ്പോൾ മോക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമല്ലോ. എന്റെ റാണി, വർഷങ്ങളായിട്ട് ഡാൻസ് ചെയ്തും കലോത്സവത്തിൽ സമ്മാനം വാങ്ങിച്ച കുട്ടികൾ തന്നെ ആവശ്യത്തിൽ കൂടുതലാ. ഇതിപ്പോ ഒരേ എക്സ്പീരിയൻസ് ഇല്ലാത്ത നിന്നെ എങ്ങനെയാ കോളേജ് ഡാൻസ് ടീമിൽ എടുക്കുന്നേ? സാരല്ല മോളെ, നല്ല പഠിപ്പും വിവരവും ഉള്ള ഒരുത്തനെ നമുക്ക് കണ്ടുപിടിക്കാം. കെട്ടിയോൻ നല്ലതാണേൽ എല്ലാം നടക്കും. റാണിമോളെ, ഈ ജോസേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ? ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ കൂട്ടിലിട്ട് അടച്ചു വളർത്തിയ കിളിയെ പോലത്തെ ഒരു പാവം പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അരുണ നിറമായ അനന്തസുന്ദര വിഹായസിലേക്ക് അവളെ അങ്ങോട്ട് പറത്തി വിടണം. നിന്റെ ജോസേട്ടൻ നിനക്കിനി ഫുൾ ഫ്രീഡം തരുവാ മോളെ. നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ഭരതനാട്യമോ കുച്ചിപ്പുടിയോ മാർഗംകളിയോ എന്താന്ന് വെച്ചാ ചെയ്യ്. പറക്ക് നീ. ഓക്കെ, പറത്ത് വിടുവാ ഞാൻ. എന്റെ റാണിമോളെ, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. ഒരു 4 or 5 വർഷം കഴിഞ്ഞാൽ ഈ കൊച്ചങ്ങ് പറവർക്കത്തില്ലേ. പിന്നെ നിന്റെ ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് നിനക്ക് ഒറ്റയ്ക്ക് പറക്കാം. ടെൻഷൻ ആവല്ലേ. ബൈ, ടാറ്റാ. റാണിമോളെ, ഇനി നീ ഒറ്റയ്ക്ക് പാറി പറഞ്ഞു. അത് റാണിയമ്മേ, റാണിയമ്മേ, ഇനി പ്രോഗ്രാമിന് 2 ആഴ്ചയുള്ളൂ. നമ്മളാണ് ഇതുവരെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് ഉഴപ്പാണ്, ഇനി ഉഴപ്പാൻ പറ്റില്ല. ക്ലാസിക്കൽ ആയോണ്ടാ. വേറെ ഏതെങ്കിലും ആണ് ഞങ്ങൾ മാനേജ് ചെയ്തേനെ. ഇന്ന് വൈകുന്നേരം നമ്മൾ പക്കയായിട്ട് തുടങ്ങും. ഭയങ്കര ബിസിയായി പോയി മോളെ. വയ്യായിരുന്നു ഒരാഴ്ചയായിട്ട്.
ഇപ്പൊ ചിമ്മു ഓക്കെ അല്ലേ ചിമ്മു? നമുക്ക് ഇന്ന് വൈകുന്നേരം തുടങ്ങാം. എന്നാ പിന്നെ വൈകിട്ട് ഒരു 4 മണിക്ക് എല്ലാവരോടും ക്ലബ് ഹൗസിൽ വരാൻ പറയേ. 4 മണി വേണ്ട, ഒരു 5 മണിക്ക് പിടിക്കാം. അപ്പോഴേക്കും പിള്ളേര് ഓഫീസിൽ നിന്ന് തിരിച്ചു വരും. നമുക്ക് സമാധാനമായിട്ട് ചെയ്യാലോ. തരികെടുത്താ തരികിടത്തായി വൈകിട്ട് കാണാവേ. തരികിടത്തായി. അപ്പൊ 5 മണി. ഹലോ റാണി. ജാൻസി, ഇന്ന് ക്ലാസ് ഉണ്ട്. കേറുമല്ലോ. ഞാൻ കേറും. ഓ, എനിക്ക് വീട്ടുപണിയല്ലാതെ പ്രാക്ടീസ് ഒന്നും നടന്നിട്ടില്ല റാണി. ഞാൻ 2 ദിവസമായിട്ട് ഫുൾ പ്രാക്ടീസാ. ആ, ടീച്ചറിനെ ഇംപ്രസ് ചെയ്ത് കുപ്പിയിലാക്കും. അല്ലേ തന്നെ ഐശുവിന് നിന്നെ കുറിച്ച് ഭയങ്കര അഭിപ്രായ. ടീച്ചർ പറയുവാ ഓൺലൈനിൽ ചെയ്താൽ ശരിയാകത്തില്ലെന്ന്. അത് തന്നെ എന്നോടും പറഞ്ഞു. നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുക്ക. പിന്നല്ലാതെ. നമുക്ക് കാണിച്ചു കൊടുക്കാം. ആ. ചിമ്മോ, വിശക്കുന്നോ? ജാൻസി, കൊച്ചു കരയുവാ. ഞാൻ പിന്നെ വിളിക്കട്ടെ. ശരി. ഇപ്പൊ വരാം. പാല് കൊണ്ടുവരാം. ചിമ്മോ, ഞാനിപ്പോ വരാം. ചിമ്മോ, പാലെത്തി. നല്ല മധുരമുള്ള പാലാണ്. കുടിച്ചോ? നീ കുടിച്ചോ. മിടുക്കനല്ലേ? വിശന്ന് പോയോടാ? ഞാൻ ഫ്രഷ് ആയിട്ട് വരാട്ടോ. നല്ലോട്ടി. ഓ